നമസ്കാരം. 1999 ഡിസംബർ മാസത്തിൽ മേജർ രാജ്പാൽ പുരിയക്കിൻ ടീമിനും ഒരു പുതിയ ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായിട്ട് ആഫ്രിക്കൻ രാജ്യമായ സീറി ലയണിലേക്ക് പോകാനുള്ള ഒരു ഉത്തരവാണ് പുരിയക്കിൻ ടീമിന് ലഭിച്ചിരിക്കുന്നത്. സീറി ലിയോൺ 1961 വരെ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു രാജ്യമായിരുന്നു. ബ്രിട്ടന്റെ കോളനി. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ആ സീറി ലിയോണിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഗൈനയും തെക്ക് ഭാഗത്തായിട്ട് ലൈബീരിയയുമാണ്. ഒരു ഭാഗം പൂർണ്ണമായും കടലാണ്. ആ കടലിനോട് ചേർന്ന ഭാഗത്താണ് അവിടെ തലസ്ഥാനമായ ഫ്രീ ടൗൺ ഉള്ളത്. ഫ്രീ ടൗൺ 18ാം നൂറ്റാണ്ടിൽ ആ പേര് ആർജിച്ചത് അടിമകളായി ആഫ്രിക്കയിൽ വരുന്ന ആളുകളെ സ്വതന്ത്രരാക്കി വിടുന്ന സ്ഥലം എന്ന ശൈലിയിലാണ്. അവിടെ ആളുകൾ ഫ്രീ ആണ്, ഒരു അടിമത്വവും അവിടെ ഇല്ല. ആ ശൈലിയിലാണ് ആ ഫ്രീ ടൗൺ എന്ന പേര് വന്നത്. ഫ്രീ ടൗൺ ആണ് സീറ ലിയോണിന്റെ തലസ്ഥാനം. 1961 ബ്രിട്ടൻ ഭരണം അവിടുത്തെ നാട്ടുകാർക്ക് ഏൽപ്പിച്ചിട്ട് സീറ ലിയോണിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു അമേരിക്കൻ ഡോളറിന് തുല്യമായ മൂല്യം സീറ ലിയോണിന്റെ ഔദ്യോഗിക കറൻസിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 99 ഈ കഥ നടക്കുമ്പോൾ ഒരു ഡോളറിന്റെ മൂല്യം 3000 ലിയോണാണ്. അത്രയേറെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം 61 മുതൽ 99 വരെയുള്ള ഈ കാലഘട്ടത്തിൽ സിയോറി ലയണിലുണ്ടായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. 1961 അവിടുത്തെ ജനങ്ങളിലേക്ക് അധികാരം വന്നെങ്കിലും അഴിമതി പുതുതായി അധികാരം ഏറ്റെടുത്ത ആളുകളുടെ മുഖമുദ്രയായി മാറി. അഴിമതി അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് 1985 സിയറോ ലയൺ ആർമിയിലെ കോർപ്പറലായിരുന്ന ഫോയ്ഡെ സൈബാന സൻഘോഷ് ആ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ടീമിന് അയാളിട്ട പേര് റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ട് എന്നാണ്. RUF. അഴിമതി വിമുക്തമായ സിയോറി ലയൺ, അതാണ് RUF മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഫോഡെ സൈബാന സൻഘോഷിന്റെ അഴിമതി വിമുക്തമായ സീറി ലയൺ എന്നുള്ള മുദ്രാവാക്യം ജനങ്ങൾ അങ്ങ് ഏറ്റുപിടിച്ചു. ജനങ്ങൾ രണ്ട് കൈ നീട്ടി ആ മുദ്രാവാക്യം സ്വീകരിക്കായിരുന്നു എന്ന് പറയാം. സീറി ലയണിലെ എല്ലാ മേഖലകളിലും റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ടിന് ശരിക്കും നല്ല സ്വീകരണം ലഭിക്കുകയാണ്. റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ട് എന്ന RUF ജനങ്ങളെ സഹായിക്കുന്ന വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്യുകയും ജനങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടി ആ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതോടുകൂടി ആളുകൾക്ക് RUF ഒരു വലിയ സംഭവമായി മാറി. പതുക്കെ പതുക്കെ RUFിലേക്ക് ചേരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ RUFിന്റെ അധികാരവും കൂടിക്കൂടി വരികയാണ്. അധികാരം കൂടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം അവിടെയും സംഭവിച്ചു. അധികാരം അഴിമതി വിളിച്ചു വരുത്തും. അബ്സല്യൂട്ട് അധികാരം അബ്സല്യൂട്ട് അഴിമതി ഉണ്ടാക്കുമെന്ന് പറയുമല്ലോ. ആരും ചോദ്യം ചെയ്യാനില്ലാത്ത അധികാരിയായി മാറിയാൽ എന്തും ചെയ്യാൻ ഏതൊരു അധികാരിയും തയ്യാറാകും. അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ശൈലിയിൽ RUFിന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ അഴിമതിക്കെതിരായി ഉണ്ടായ RUF ശരിക്കും അഴിമതിയുടെ ഭാഗമായി മാറുകയായിരുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സീറി ലയണിലെ ഗവൺമെന്റിനെ സകല മേഖലകളിൽ നിന്നും പിന്തള്ളിക്കൊണ്ട് ഫോഡെ സൈബാന സൻഘോഷിന്റെ RUF സീറോ ലയണിലെ പല മേഖലകളും പിടിച്ചെടുത്തു. അതിന് RUFിനെ സഹായിച്ചത് സീറി ലയണുമായി ചേർന്ന് കിടക്കുന്ന ലൈബീരിയയുടെ പ്രസിഡന്റ് ചാൾസ് ടെയ്ലറും RUFിന്റെ തലവൻ ഫോഡയും ഒരുമിച്ച് ലൈബീരിയയിൽ സൈന്യത്തിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ആ ബന്ധം ചാൾസ് ടെയ്ലർ ലൈബീരിയയുടെ പ്രസിഡന്റായപ്പോൾ ശക്തമാവുകയായിരുന്നു. 91 കൂടി ലൈബീരിയയുടെ അധികാരത്തിലേക്ക് വന്ന ചാൾസ് ടെയ്ലർ കൈ അയച്ച് ഫോഡെ സഹായിച്ചതോടുകൂടി സീറി ലയൺ പൂർണ്ണമായും RUFിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന കാര്യം മനസ്സിലാക്കിയ സമീപത്തുള്ള മറ്റ് രാജ്യക്കാർ സ്വാഭാവികമായും അവിടെ ഇടപെട്ടു തുടങ്ങി. സീറി ലയണിൽ ലൈബീരിയ പോലെ താല്പര്യമുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. അധികാരം നഷ്ടമാകുന്ന സീറി ലയണിലെ മറ്റ് ആളുകൾക്ക് സപ്പോർട്ടുമായി ഒരു ടീം രൂപീകരിച്ചു. ആ ടീമിനെയാണ് എക്കോമോഗ് എന്ന് വിളിക്കുക. സീറി ലയണിന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഫ്രിക്കയിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് എക്കോമോഗ് രൂപീകരിച്ചെങ്കിലും എക്കോമോഗിന് ആവശ്യമായ സാമ്പത്തിക സഹായത്തോടൊപ്പം സൈനിക സഹായവും നൈജീരിയയും മറ്റു രാജ്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ലൈബീരിയൻ സൈന്യത്തിന്റെ പൂർണ്ണ സപ്പോർട്ടുള്ള RUFിനെ പരാജയപ്പെടുത്താൻ അവർക്ക് പറ്റാതെ വന്നതും RUF അവരെയൊക്കെ തൂത്തെറിഞ്ഞുകൊണ്ട് സീറി ലയണിന്റെ ഏതാണ്ട് സിംഹഭാഗവും അവരുടെ കീഴിലാക്കി. സീറി ലയണിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് കബാബ് രാജ്യ തലസ്ഥാനമായ ഫ്രീ ടൗണിലേക്ക് മാത്രമായി ഒതുക്കപ്പെടുകയാണ്. രാജ്യത്തെമ്പാടുമുള്ള ഡയമണ്ട് ഖനികളും മറ്റെല്ലാ സോഴ്സുകളും പൂർണ്ണമായിട്ടും RUFിന്റെ അധീനതയിലായി.
മുഴുവൻ വജ്രഖനികളും RUFന്റെ അധീനതയിലേക്ക് വന്നതും RUFന് ആയുധങ്ങൾ കിട്ടാൻ അതൊരു മാർഗമായി മാറുകയാണ്. വജ്രഖനികളിൽ നിന്ന് ഡയമണ്ട് RUFന്റെ അധീനതയുള്ള ഏരിയയിലൂടെ പുറത്തേക്ക് സുഗമമായി ഒഴുകി തുടങ്ങി. അങ്ങനെ ഒഴുകിപ്പോകുന്ന ഡയമണ്ടുകൾക്ക് പകരമായി ആധുനിക ആയുധങ്ങൾ സീറിയൽ ലൈനിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആ ആയുധങ്ങളുടെ കസ്റ്റോഡിയൻ പൂർണ്ണമായും RUF ആണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ പോലും രഹസ്യമായി ആ ഡയമണ്ട് കച്ചവടത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം. ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആണെങ്കിലും US ആണെങ്കിലും ഡയമണ്ടുകൾ കുറഞ്ഞ വിലയ്ക്ക് കളക്ട് ചെയ്തിട്ട് ആയുധങ്ങൾ സീറിയൽ ലൈനുകളിലെ RUFന് കൊടുക്കുന്ന കാഴ്ച രഹസ്യമായിട്ടാണെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും സീറിയൽ ലൈനിന്റെ ഭരണം പൂർണ്ണമായും RUFന്റെ കയ്യിലേക്കായി. ഈ സമയത്താണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായിട്ട് RUF 99 ജൂലൈയിൽ ഒരു കരാറിന് സമ്മതിച്ചു. RUFൽ അംഗമായിരിക്കുന്ന ആളുകളെ മുഴുവൻ നിരായുധീകരിക്കാൻ RUF സന്നദ്ധമാണ്. അങ്ങനെ നിരായുധീകരിക്കുമ്പോൾ അതുവരെ ആയുധങ്ങൾ മാത്രം കൂട്ടായിരുന്ന ആ ചെറുപ്പക്കാരെ ഏതെങ്കിലും തൊഴിൽ പഠിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറാകണം. അവരെ തൊഴിൽ പഠിപ്പിച്ച് അവർക്ക് വിവിധ ജോലികൾ ശരിയാക്കി കൊടുക്കണം. ആ കണ്ടീഷൻ ഐക്യരാഷ്ട്രസഭ പാലിക്കുകയാണെങ്കിൽ നിരായുധീകരണത്തിനും സമാധാനം പുനഃസ്ഥാപിക്കാനും RUF കൂടി തയ്യാറാകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 99 ജൂലൈയോട് അടുപ്പിച്ച് ഒരു കരാർ സൈൻ ചെയ്യപ്പെട്ടു. കരാറിന്റെ ഒരു വശത്ത് സാക്ഷാൽ ഫോർഡ് തന്നെ സൈൻ ചെയ്തതോടുകൂടി RUF ആ കരാറിന്റെ ഭാഗമായി മാറുകയാണ്. RUF പോലുള്ള സംഘടനകളിൽ അംഗമായിരിക്കുന്ന ആളുകളെ മുഴുവൻ കണ്ടെത്തി അവരുടെ കയ്യിലുള്ള ആയുധം UN മുന്നിൽ അടിയറൊഴിപ്പിച്ച് ആ ആളുകളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തൊഴിലുകൾ പരിശീലിപ്പിച്ച് സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു സൂപ്പർ പ്ലാനാണ് UN വർക്കൗട്ട് ചെയ്തത്. ആ പ്ലാനിന് അവരിട്ട പേര് DDR എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ DDR എന്ന് വിളിക്കപ്പെടുന്ന ആ സെറ്റിൽമെന്റ് പ്ലാൻ നടപ്പിലാക്കാൻ സമാധാന സേനയുടെ ആവശ്യമുണ്ട്. UN സമാധാന സേനയ്ക്ക് മുന്നിൽ മാത്രമേ RUF അവരുടെ ആയുധങ്ങൾ അടിയറ വയ്ക്കും. RUF ആയുധങ്ങൾ അടിയറ വെക്കേണ്ട സൈന്യത്തെ UN കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൽ ഒരു ടീം ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒരു ബറ്റാലിയനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സീറിയൽ ലൈനിലേക്ക് അയക്കാനായി UN വിട്ടുകൊടുത്തത്. രാഷ്ട്രീയ റൈഫിൾസിൽ നിന്ന് ഏറ്റവും മിടുക്കനായ ആളുകളെ വേണം സീറിയൽ ലൈനിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിനുവേണ്ടി ശരിക്കും ഒരു tedious ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആക്ടിവിറ്റി തന്നെ ഡൽഹിയിൽ നടക്കുകയുണ്ടായി. അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല പരിശോധിക്കുന്നത്, അവരുടെ മെന്റൽ എബിലിറ്റിയും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടീം അവിടെ രൂപീകരിക്കപ്പെട്ടു. ചിലർ ആ സമാധാന സേനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് പുതിയൊരു രാജ്യത്ത് പോയി അത്തരമൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനുള്ള ഒരു സന്തോഷം കൊണ്ടാണ്. എന്നാൽ ചിലർ അതിനകത്ത് അംഗമാകുന്നത് ആകർഷകമായ ഇൻസെന്റീവ് ഉള്ളതുകൊണ്ടാണ്. പലർക്കും അംഗമാകാൻ പല കാരണങ്ങളുണ്ടെന്ന് അർത്ഥം. 99 ഡിസംബർ 28 ദില്ലിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സൈനികരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ സുഡാൻ വഴി സീറിയൽ ലൈനിലേക്ക് തിരിച്ചു. ശരിക്കും സൈനികരെ മാത്രമല്ല സീറിയൽ ലൈനിലേക്ക് കൊണ്ടുപോകുന്നത്, ആധുനിക ആയുധങ്ങളുടെ വൻ ശേഖരവും ഇന്ത്യ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രാജ്പാൽ പുനിയയുടെ ടീമിന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ സതീഷാണ്. സതീഷൻ ടീമുമാണ് ആദ്യം സീറിയൽ ലൈനിലേക്ക് തിരിച്ചത്. അവരുടെ പുറകെയാണ് രാജ്പാൽ പുനിയ ടീമും സീറിയൽ ലൈനിലേക്ക് എത്തുന്നത്. പുനിയയുടെയും ടീമിന്റെയും വിമാനം സീറിയൽ ലൈനിലെ ഏക എയർപോർട്ടായ ലുങ്കിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു നല്ല വിഷ്വലാണ്. മനോഹരമായ ഒരു കടലിന്റെ തീരത്താണ് ഈ ലുങ്കി എയർപോർട്ട് ഉള്ളത്. ലുങ്കി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത പുനിയക്കും ടീമിനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് എയർപോർട്ടിനോട് ചേർന്നുള്ള ഒരു പ്ലേസിലാണ്. എയർപോർട്ടിന് സമീപത്ത് തന്നെയാണ് ആ ബറ്റാലിയന് താമസം ഒരുക്കിയെന്ന അർത്ഥം. ലുങ്കി ടൗണിൽ നിന്ന് ഒരു കടന്നു പോകുമ്പോഴാണ് രാജ്യ തലസ്ഥാനമായ ഫീറി ടൗൺ. ലുങ്കിയിലെത്തിയ രാജ്പാൽ പുനിയ ടീമും അടുത്ത ദിവസങ്ങളിൽ തന്നെ ലോക്കൽസുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി. രാജ്പാൽ പുനിയ ഒരു ടീമിന്റെ കമാൻഡറാണ്. അയാളുടെ ടീമിന് കീഴിൽ അനവധി പ്ലാറ്റൂണുകളുണ്ട്. രാജ്പാൽ പുനിയ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ടീമിനെ ലുങ്കിയിലെ അവരുടെ താമസ സ്ഥലത്തിന് സമീപത്തുള്ള ബീച്ചിലേക്ക് കൊണ്ടുവരും. എല്ലാ ദിവസവും അതിരാവിലെ ഏകദേശം 1 മണിക്കൂറോളം ആ ബീച്ചിൽ എക്സസൈസ് ചെയ്യുന്ന പുനിയയുടെ ടീമിനെ കാണാനായി ലോക്കൽസ് ഒരുപാട് അങ്ങോട്ട് എത്തി തുടങ്ങി. ആ എക്സസൈസ് വൈകുന്നേരം നടക്കുമ്പോൾ ആ എക്സസൈസിന്റെ ഭാഗമായിട്ട് വോളിബോൾ കളിയും കൂടി പുനിയ ടീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പല ലോക്കൽസും അവരോടൊപ്പം സഹകരിച്ചു തുടങ്ങി. ലോക്കൽസുമായി ബന്ധമുണ്ടാക്കാനായി പുനിയ ടീമും ഇന്ത്യൻ ഭക്ഷണം പലപ്പോഴും അവരുമായി ഷെയർ ചെയ്യും. ശരിക്കും ദാരിദ്ര്യം അതിന്റെ എല്ലാ ശൈലിയിലും
നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയിലാണ് രാജ്പാൽ പുനിയും ടീമും എത്തിയിരിക്കുന്നത്. അവർക്ക് യുവന്റെ വക സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണം എന്തെന്ന് പറഞ്ഞാൽ മതി, അതിനാവശ്യമായ സാമഗ്രികൾ യുവൻ അവിടെ എത്തിച്ചോളും. അതിനെ കഴിക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ആളുകൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പലപ്പോഴും ലോക്കൽസുമായി പങ്കുവയ്ക്കുന്ന ഒരു പതിവ് പുനിയ തുടങ്ങിയപ്പോൾ പുനിയുമായിട്ട് ആളുകൾക്ക് ഒരു അടുപ്പമുണ്ടായി. ശരിക്കും ആ ലുങ്കിയിലെ ആളുകൾ ഇന്ത്യൻ സേനയുടെ പ്രാക്ടീസ് സെക്ഷൻ കാണാൻ ബീച്ചിലേക്ക് വരുന്നത് ഒരു സ്ഥിര സംഭവമായി മാറി. ആളുകൾക്ക് ഇന്ത്യൻ സേനയുമായിട്ട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടാവുകയാണ്. ആ അടുപ്പം ശരിക്കും വളർന്നു വരുമ്പോഴാണ് രാജ്പാൽ പുനിയയ്ക്ക് ക്യാപ്റ്റൻ സതീഷ് ആ ഓർഡർ കൊടുക്കുന്നത്. അവർ വന്ന കാര്യം നടപ്പിലാക്കാനുള്ള ഓർഡറാണ് ക്യാപ്റ്റൻ സതീഷ് രാജ്പാൽ പുനിയയ്ക്ക് കൊടുത്തത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ലുങ്കി പട്ടണം രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടെ നിന്ന് നേരെ എതിരെ കിഴക്ക് ഭാഗത്തേക്കാണ് അവർക്ക് നീങ്ങേണ്ടത്. ലുങ്കിയിൽ നിന്ന് നേരെ കിഴക്ക് വരുമ്പോൾ കൈലാഖാൻ എന്നൊരു പട്ടണമുണ്ട്. ഈ കൈലാഖാൻ പട്ടണം പൂർണ്ണമായും RAFന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഈ കൈലാഖാൻ പട്ടണത്തിന്റെ സമീപത്തായി ഒരു UN ക്യാമ്പ് തുറക്കണമെന്നുള്ളതാണ് കേണൽ സതീഷിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ലുങ്കിയിലുള്ള രാഷ്ട്രീയ റൈഫിൾസിനെ കേണൽ സതീഷ് കോൺവേ ആയി ഈ ഭാഗത്തേക്ക് അയക്കുകയാണ്. രാജ്പാൽ പുനിയുടെ ടീം ലുങ്കിയിൽ നിന്ന് കോൺവേ ആയിട്ട് കൈലാഖാൻ എന്ന് വിളിക്കുന്ന കിഴക്കൻ പ്രദേശത്തുള്ള സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ലുങ്കിയിലെ ഒട്ടുമുക്കാൽ ആളുകളും ആ റോഡിന്റെ ഇരുഭാഗത്തുമായി അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം ആ ഭാഗത്തുണ്ടായിരുന്ന രാജ്പാൽ പുനിയൻ ടീമും അവിടെയുള്ള ലോക്കൽസുമായി ഇതിനിടയിൽ നല്ല അടുപ്പമുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് രാജ്പാൽ പുനിയൻ ടീമിനെ പിരിയാൻ ഒരു മടി. വഴിയിലുടനീളം ആ പട്ടണം തീരുന്നവരെയും ആളുകൾ റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ആ പട്ടണത്തിലൂടെ യാത്ര ശരിക്കും രാജ്പാൽ പുനിയയ്ക്ക് ടീമിനും അവരുടെ ഹൃദയത്തിൽ തട്ടിയ യാത്രയാണ്. ഇന്ത്യയിൽ നിന്ന് എത്രയെങ്കിലും കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തെത്തി അവിടെയുള്ള ലോക്കൽസുമായി സൗഹൃദമുണ്ടാക്കി ആ ലോക്കൽസിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിട്ടാണ് പുനിയയ്ക്കും കൂടെയുള്ള ആൾക്കാർക്കും അനുഭവപ്പെട്ടത്. അതുകൊണ്ടുകൂടിയാണ് പുനിയൻ ടീമും അവിടുന്ന് പിരിയുമ്പോൾ ലോക്കൽസ് കണ്ണുനീരോടുകൂടി വഴിയരികിൽ അവർക്ക് യാത്രാമംഗളം നേരാനായി എത്തിയിരുന്നത്. എന്തായാലും ആ ടീം സിയറ ലയൺ എന്ന രാജ്യത്തെ കുറുകെ ക്രോസ് ചെയ്ത് RAFന് നിയന്ത്രണമുള്ള മേഖലയിലേക്ക് കടന്നു. 2000 ഫെബ്രുവരി 1 ആ കോൺവേ യാത്ര തിരിച്ചത്. ശരിക്കും രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ആ സേനയുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ കോൺവേക്ക് കിലോമീറ്ററുകളോളം നീളമുണ്ട്. ഏറ്റവും മുന്നിലുള്ള ഉദ്യോഗസ്ഥനും ഏറ്റവും പിന്നിലുള്ള ഉദ്യോഗസ്ഥനും റേഡിയോ വഴി രാജ്പാൽ പുനിയുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ അറിയിക്കണം. ഈ ഭാഗത്താണ് ലുങ്കി, ഇതാണ് ഫ്രീ ടൗൺ. ഫ്രീ ടൗണിൽ നിന്ന് ബോ വഴി ഖെനീമ വഴി കൈലാഖാനിലേക്ക് പോകുന്ന ഒരു ഹൈവേ ഉണ്ട്. നല്ല ഹൈവേ ആണ്. ഈ ഹൈവേ വഴിയാണ് ഇന്ത്യൻ സമാധാന സേന അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഈ ഹൈവേ വഴിയാണ് മൂവ് ചെയ്യുന്നത് പറയുമ്പോഴും ഈ ഭാഗമെല്ലാം RAFന് സ്വാധീനമുള്ള മേഖലകളാണ്. RAFന്റെ ആക്രമണം സമാധാന സേനയ്ക്ക് എതിരെ ഉണ്ടാകാതിരിക്കാനുള്ള സകല തയ്യാറെടുപ്പുകളും സമാധാന സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു ഭയം സ്വാഭാവികമായിട്ടും ആ കോൺവേയുടെ നടത്തിപ്പുകാർക്കുണ്ട്. ആ കോൺവേ അധിക തടസ്സങ്ങളൊന്നുമില്ലാതെ ഫ്രീ ടൗണിൽ നിന്ന് ബോ വഴിയുള്ള ആ ഹൈവേയിലൂടെ വരികയാണ്. ആ കോൺവേയുടെ ഏറ്റവും മുന്നിലുള്ള വാഹനത്തിലുള്ളത് ക്യാപ്റ്റൻ സുനിലാണ്. 50 km/h എന്ന വേഗതയിലാണ് ആ കോൺവേ മൂവ് ചെയ്യുന്നത്. പെട്ടെന്ന് മുന്നിലുള്ള വാഹനങ്ങൾ നിൽക്കുന്ന ശബ്ദം കേട്ട് രാജ്പാൽ പുനിയൻ ടീമും ശ്രദ്ധിക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ സുനിൽ പുനിയെ ബന്ധപ്പെട്ടു. സാർ, ഇവിടെ ഒരു തടസ്സമുണ്ട്. ക്യാപ്റ്റൻ സതീഷ് പറഞ്ഞ വിവരം കേട്ടതും പുനിയൻ ടീമും അവരുടെ വാഹനത്തിൽ അതിവേഗം മുന്നിലേക്ക് തിരിച്ചു. അവിടെ അവരെത്തുമ്പോൾ തോക്കുധാരിയായ ഒരാൾ ഒരു ചെക്ക് പോസ്റ്റിന് കാവൽ നിൽക്കുകയാണ്. 1961 വരെ ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഒട്ടുമുക്കാൽ ആളുകൾക്കും ഇംഗ്ലീഷ് ഭാഷ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാൻ അറിയാം. ആ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ ക്യാപ്റ്റൻ സതീഷിനോട് പറഞ്ഞു, മൈ നെയിം ഈസ് ലാസ്റ്റ് ഓർഡർ. എൻ്റെ പേര് ലാസ്റ്റ് ഓർഡർ എന്നാണ്. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ലാസ്റ്റ് ഓർഡർ നോ എന്നാണ്. നോ ഗോ. ഇതുവഴി നിങ്ങൾക്കിനി യാത്ര ചെയ്യാൻ പറ്റില്ല. ആ ചെക്ക് പോസ്റ്റ് വഴിയാണ് അവർക്ക് കടന്നു പോകേണ്ടത്. ആ ചെക്ക് പോസ്റ്റ് വഴി ആ കോൺവേ കടത്തിവിടാൻ കഴിയില്ല എന്ന് ആ തൂക്കുധാരി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കമാൻഡർ പുനിയ ടീമും ശരിക്കും ഒരു പ്രതിസന്ധിയിലാവുകയാണ്. കമാൻഡർ പുനിയ ഉടൻ തന്നെ കമാൻഡിംഗ് ഓഫീസർ കേണൽ സതീഷിനെ വിളിച്ചു. സതീഷ് പുനിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അവിടെ 3 സാധ്യതകളുണ്ട്. ഒന്ന്, ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവരെ തകർത്തുകൊണ്ട് മുന്നേറുക.
രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പൊ ഏതാണ്ട് സന്ധ്യയാകാറായതുകൊണ്ട് അവിടെ തന്നെ തങ്ങുക, നേരം വെളുത്തിട്ട് ഒരു തീരുമാനം എടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ അവർ കടന്നു വന്ന കെനിമ പട്ടണത്തിലേക്ക് മടങ്ങുക, അവിടെ ക്യാമ്പ് ചെയ്യുക. RUF നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു ധാരണ ആയതിനു ശേഷം ആ വഴിയിലൂടെ യാത്ര തുടങ്ങുക. RUFുമായി ഒരു ധാരണയില്ലാതെ RUFിന്റെ പ്രവർത്തകരെ നിരായുധീകരിക്കുന്ന പരിപാടി നടക്കില്ല എന്നത് 100% ഉറപ്പാണ്. RUFിന്റെ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ സമാധാന പരിപാടി വിജയിപ്പിക്കാൻ പറ്റൂ. കേണൽ സതീഷിനോട് പുനിയ പറഞ്ഞ അഭിപ്രായം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെട്ടു. അവസാനം തീരുമാനം അതുതന്നെയായി. അവർ വന്ന വഴിയിലേക്ക് തിരിച്ചു മടങ്ങുക. ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇപ്പോൾ അവർ വരുന്നത്. ഫ്രീ ടൗണിൽ നിന്ന് കെനിമ പട്ടണം വരെ വിശാലമായ ഹൈവേ ആണെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്ര ശരിക്കും ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ്. ആ വഴിയിലൂടെയാണ് കിലോമീറ്ററുകൾ നീളുന്ന വാഹനങ്ങളുടെ വ്യൂഹം വന്ന് നിൽക്കുന്നത്. ആ വാഹനങ്ങൾ ആ വഴിയിൽ തിരിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ സമർത്ഥരായ ഇന്ത്യൻ ഡ്രൈവേഴ്സ് വളരെ വിദഗ്ധമായിട്ട് തന്നെ ആ കോൺവേ തിരിച്ചു. അവർ കെനിമ പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. കെനിമ പട്ടണത്തിലേക്ക് ആ വൻ ടീം മടങ്ങി വരുമ്പോഴാണ് അടുത്ത ചോദ്യം, അവര് എവിടെ താമസിക്കും? ആ കോൺവേ കെനിമ പട്ടണത്തിലേക്ക് മടങ്ങി എത്തിയപ്പോൾ അവരെ കാത്ത് ആ പട്ടണത്തിലെ മേയർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവർക്ക് ഒഴിഞ്ഞുകിടന്ന ഒരു സ്കൂൾ ബിൽഡിംഗ് താമസിക്കാനായി ഒരുക്കി കൊടുത്തു. വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികളില്ലാത്ത സമയമാണ്. സ്കൂൾ ബിൽഡിംഗ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതുമാത്രമല്ല അവിടെ വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സേനാംഗങ്ങൾക്ക് അത്യാവശ്യം ശാരീരിക വ്യായാമം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുനിയും ടീമും ആ സ്കൂൾ താവളമാക്കിയിട്ട് RUFിൽ നിന്ന് അനുകൂലമായി ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ സിയോറ ലയന്റെ പ്രസിഡന്റ് ആ ടൗണിൽ ഉള്ള കാര്യം മേയർ വഴി പുനിയ അറിഞ്ഞു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സിയോറ ലയന്റെ പ്രസിഡന്റ് അഹമ്മദ് ആ പട്ടണത്തിലെത്തിയത്. പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ആതിഥേയം കൂടിയായ മേയർ അവിടെ വെച്ച് പ്രസിഡന്റിനോട് ഇന്ത്യൻ സമാധാന സേനയുടെ കമാൻഡർ അവിടെ ക്യാമ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പ്രസിഡന്റിന് കമാൻഡറുമായി സംസാരിക്കാൻ ഒരു ആഗ്രഹം. സ്വാഭാവികമായിട്ടും പുനിയോട് ആ വിവരം പറഞ്ഞപ്പോൾ പുനിയയ്ക്ക് അത് നിരസിക്കാൻ പറ്റാത്ത കാര്യമായി. പുനിയ പ്രസിഡന്റ് അഹമ്മദിനെ കാണാൻ പോകുന്ന വിവരം ഇതിനിടയിൽ ഹയർ ഒഫീഷ്യൽസ് അറിഞ്ഞു. ഹയർ ഒഫീഷ്യൽസിന്റെ അനുവാദം വാങ്ങാതെ ഒരു രാഷ്ട്രത്തിന്റെ തലവനെ സമാധാന സേനയിലെ ഒരു കമാൻഡർ പോയി കാണുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായി കമാൻഡിംഗ് ഓഫീസറായ കേണൽ സതീഷിന് അദ്ദേഹത്തിന്റെ കീഴിലെ വിവിധ ടീമുകളുടെ ഹെഡുകളിൽ ഒരാൾ മാത്രമായ പുനിയുടെ ആ തീരുമാനത്തോട് അല്ലെങ്കിൽ ആ നടപടിയോട് അത്ര യോജിപ്പല്ല ഉണ്ടായിരുന്നത്. പക്ഷേ പ്രസിഡന്റ് അഹമ്മദും പുനിയും തമ്മിലുള്ള മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ വെച്ച് പുനിയ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഡോക്ടർ അഹമ്മദ് പുനിയോട് പറഞ്ഞു, ഈ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യാം. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഒപ്പിട്ട കരാറിൽ ഒരു ഭാഗത്ത് ഒപ്പിട്ടിരിക്കുന്നത് ഡോക്ടർ അഹമ്മദാണ്, സിയോറ ലയനിലെ ഗവൺമെന്റിന് വേണ്ടി. മറുഭാഗത്ത് ഒപ്പിട്ടിരിക്കുന്നത് RUFിന് വേണ്ടി ഫോഡയാണ്. ഫോഡയോട് കാര്യം പറഞ്ഞ് അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാമെന്ന് പ്രസിഡന്റ് അഹമ്മദ് പുനിയയ്ക്ക് വാക്കു കൊടുത്തപ്പോൾ പുനിയ ആ കാര്യം ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കേണൽ സതീഷിന് റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ടപ്പോൾ കേണൽ സതീഷിന് അതിനകത്ത് താല്പര്യം തോന്നിയെങ്കിലും മേലധികാരികളുടെ അനുവാദം വാങ്ങാതെ ഒരു രാഷ്ട്രത്തലവനുമായി സംസാരിക്കാൻ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ മാത്രമായ പുനിയ തീരുമാനിച്ചത് ശരിയായില്ല എന്നുള്ള തന്റെ അഭിപ്രായം വ്യക്തമായി കേണൽ സതീഷ് പുനിയോട് പറയുകയും ചെയ്തു. എന്തായാലും ആ വിഷയം അങ്ങനെ കടന്നുപോയി. പക്ഷെ അതിന് ഫലമുണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ RUFിന്റെ പെർമിഷൻ കിട്ടി. ആ പെർമിഷൻ കിട്ടിയതും ആ ടീം അതിവേഗം അവിടെ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. അവരുടെ ടീം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോഴാണ് ആ ടീം കടന്നു പോകുന്ന ദാരു പട്ടണത്തിൽ ബറ്റാലിയൻ കമാൻഡന്റിന്റെ ആസ്ഥാനം ഉറപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കേണൽ സതീഷ് പുനിയോട് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും പുനിയുടെ ടീമിന് മാത്രമല്ല അവർക്ക് സമാന്തരമായിട്ട് വർക്ക് ചെയ്യുന്ന നായരുടെ ടീമിനും മറ്റു ടീമിനും ഒക്കെ ആ കാര്യം ശരിക്കും ആശ്വാസമായി. ബറ്റാലിയൻ ഓഫീസ് തൊട്ടടുത്തുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ദാരുവിൽ ബറ്റാലിയൻ ഓഫീസ് സ്ഥാപിക്കാനായി അവര് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ദാരു പട്ടണം വെറും 1000 ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ പട്ടണമാണ്. അവിടെയുള്ള ഗോത്രക്കാർ മെൻഡെ ഗോത്രക്കാരാണ്. മെൻഡെ ഗോത്രക്കാരായ ഏകദേശം 1000 ആളുകൾ താമസിക്കുന്ന ഒരു ചെറു പട്ടണമാണ് ഈ ദാരു പട്ടണം എന്ന് പറയുന്നത്. അവിടെയാണ് ബറ്റാലിയൻ ആസ്ഥാനം ഉറപ്പിക്കാൻ പോകുന്നത്. പുനിയുടെയും ടീമിന്റെ കോൺവേ അവിടെ എത്തുമ്പോൾ അവർക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നുകയാണ്. ദാരുവിലാണ് നേരത്തെ ആ കിഴക്കൻ മേഖലയിലെ ബ്രിട്ടീഷ് സേനയുടെ ആസ്ഥാനം സ്ഥാപിക്കപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ദാരുവിൽ ഒരു അടിപൊളി ബിൽഡിങ്ങും അനുബന്ധ സംവിധാനങ്ങളും ഇപ്പോഴും ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ബറ്റാലിയൻ ആസ്ഥാനമാക്കിയെടുക്കാൻ വളരെ എളുപ്പമായി. ബറ്റാലിയന്റെ ആസ്ഥാനമാക്കിയെടുത്ത ആ ബാരക്കിന് സമീപത്തു കൂടിയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ മോവ നദി ഒഴുകുന്നത്. ലൈബീരിയയും സിയോറ ലൈനൊക്കെ തൊട്ട് കടന്നു പോകുന്ന ആ മോവ നദി ശരിക്കും ഒരു കൂറ്റൻ നദിയാണ്.
ബറ്റാലിയൻ ആസ്ഥാനമാക്കി മാറ്റിയ ആ ദാരു പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് കെനീമ പട്ടണവും മറുഭാഗത്ത് RUFന്റെ ആസ്ഥാനമായ കെയ്ലാഖാനുമാണ്. ശരിക്കും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോ ഇതാ ഇന്ത്യൻ സമാധാന സേനയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. സിയോറ ലയണിനെ 4 മേഖലയായ തിരിച്ചിരിക്കുന്നത്: ഈസ്റ്റേൺ പ്രൊവിൻസ്, നോർത്തേൺ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ് ആൻഡ് സദേൺ പ്രൊവിൻസ്. വെസ്റ്റേൺ പ്രൊവിൻസിന്റെ തലസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ഫ്രീ ടൗൺ. ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ തലസ്ഥാനം കെനീമയാണ്. ആ കെനീമയിൽ വെച്ചാണ് സിയറോളിന്റെ പ്രസിഡന്റിനെ പുനിയ കാണുന്നതും പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കെനീമ ആ കിഴക്കൻ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം എപ്പോഴും കെനീമയിൽ ഉണ്ടാവും. ദാരുവിൽ ക്യാമ്പ് ഇട്ടിരിക്കുന്ന ഇന്ത്യൻ സമാധാന സേനയ്ക്ക് അത് ശരിക്കും സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. കിഴക്കൻ പ്രാവിശ്യയുടെ തലസ്ഥാനമായ കെനീമ കഴിഞ്ഞ് ദാരു വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് ഓഫീഷ്യൽസിനെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും കാണാൻ പറ്റും. ദാരു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്തോറും ഗവൺമെന്റ് എന്ന് പറയുന്ന സകല സംവിധാനങ്ങളും അവസാനിക്കുകയാണ്. അതുമുതൽ എല്ലാ സംവിധാനങ്ങളും റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ടിന്റെ കീഴിലാണ്. അവസാനത്തെ ഗവൺമെന്റ് ഓഫീസ് ദാരുവിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാരുവിൽ അനവധി സന്നദ്ധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന രൂക്ഷമായ ആഭ്യന്തര യുദ്ധം സിയോറ ലൈനിലെ ഏതാണ്ട് താറുമാറാക്കിയിരിക്കുകയാണ്. ആളുകളുടെ ജീവിതം ഏതാണ്ട് വഴിമുട്ടി നിൽക്കുകയാണ്. ആ ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള 100,000 പരിപാടികളാണ് ഈ NGOs പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ദാരു മേഖലയിൽ സജീവമായ പല പ്രവർത്തനങ്ങളും കാണാം. എന്നാൽ അത് കഴിഞ്ഞ് കൈലാഖാനിലേക്ക് കടക്കുന്നത് മുതൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ജംഗിൾ രാജാണ്, ഒരു കാട്ടുനീതിയാണ് അവിടെയൊക്കെ കാണുന്നത്. നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായും RUF പറയുന്ന കാര്യങ്ങളാണ്. ഈ കൈലാഖാനിലേക്ക് UN രക്ഷാസമിതിയിലെ വിവിധ രാജ്യങ്ങളുടെ സേനകളെ അയക്കാനുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ടത് കെനിയയുടെ ടീമിനെയാണ്. കെനിയൻ സേന ആ ഭാഗത്തേക്ക് പോകില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ മറ്റു രാജ്യങ്ങളെ അങ്ങോട്ട് അയക്കാൻ ശ്രമിച്ചെങ്കിലും അവരും ഒഴിഞ്ഞു. അവസാനം അത് ഇന്ത്യയുടെ തലയിലാവുകയായിരുന്നു. കെയ്ലാഖാൻ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായും RUFന്റെ കീഴിലാണ്. ഒരുപാട് ആളുകൾ RUFന് വേണ്ടി ആയുധങ്ങൾ എടുത്ത് തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ആ മേഖലയിൽ ചെന്ന് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ UN മുന്നിൽ അടിയറ വയ്ക്കാൻ പറയുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാവാം കെനിയയും സമീപത്തുള്ള രാജ്യങ്ങളൊക്കെ കെയ്ലാഖാൻ ഒഴിച്ച് വേറെ എവിടെ വേണമെങ്കിലും കാവൽ നിൽക്കാമെന്ന് UN അധികാരികളോട് പറഞ്ഞത്. അങ്ങനെയാണ് അവസാനം കേണൽ സതീഷ് നേതൃത്വം കൊടുക്കുന്ന ബറ്റാലിയന്റെ ചുമതലയിലേക്ക് കെയ്ലാഖാൻ വന്നു പെടുന്നത്. കെയ്ലാഖാൻ മേഖലയിൽ ഇഷ്ടം പോലെ RUF പ്രവർത്തകരുണ്ട്. ആ RUF പ്രവർത്തകരെ നിരായുധീകരിച്ച് അവരെ പുതിയ തൊഴിലുകൾ പഠിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് പറിച്ചു നടണം. ആ പറിച്ചു നടന്ന പ്രക്രിയയ്ക്ക് UN ഇട്ടിരിക്കുന്ന പേരാണ് DDR. അതൊരു ക്യാമ്പാണ്. ആ ക്യാമ്പ് സ്ഥാപിക്കാനായി ഇപ്പോ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സമാധാന സേനയ്ക്കാണ്. UN വേണ്ടി ദാരുവിലാണ് ആ ക്യാമ്പ് സ്ഥാപിക്കാൻ കേണൽ സതീഷും പുരി ഉൾപ്പെടെയുള്ള ടീം തീരുമാനിച്ചത്. ശരിക്കും ഒരു വലിയ ടാസ്ക്കാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. DDR ക്യാമ്പിൽ ആയുധം വയ്ക്കുന്ന ആ RUF പ്രവർത്തകർക്ക് വിവിധ രീതിയിലുള്ള പരിശീലനം കൊടുക്കും. കൈത്തൊഴിലുകൾ പഠിപ്പിച്ച് RUF പ്രവർത്തകരെ ഏതെങ്കിലും ജോലി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് UNന്റെ ടാർഗറ്റ്. UN RUF പ്രവർത്തകരെ ആ ക്യാമ്പിലേക്ക് ആകർഷിക്കാനായി ശരിക്കും ആകർഷകമായ ഒരു ഇനാമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UN ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആയുധം അടിയറ വെക്കുന്ന RUF പ്രവർത്തകന് ആയുധം അടിയറ വെക്കുമ്പോൾ തന്നെ $150 കൊടുക്കുമെന്നാണ് UNന്റെ വാഗ്ദാനം. അവർ പരിശീലന പ്രക്രിയ പൂർത്തീകരിക്കുന്നതും $150 കൂടി കൊടുക്കും. $300 സിയോറ ലൈനിലെ നാണയവുമായി കമ്പയർ ചെയ്യുമ്പോൾ 1 മില്യൺ ലയണാണ്. ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം 1 ദശലക്ഷം ലിയോണ കറൻസി ലഭിക്കുന്ന ഒരു പരിപാടിയാണ് അവർക്ക് മുന്നിൽ ഇതാ UN അവതരിപ്പിക്കുന്നത്. RUFന്റെ ഏത് പ്രവർത്തകനെയും ഒന്ന് പിടിച്ച് ഉലയ്ക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള ഒരു തുകയാണ് ഐക്യരാഷ്ട്രസഭ അനൗൺസ് ചെയ്തത്. ഐക്യരാഷ്ട്രസഭ നേരിട്ടല്ല ഈ പണം അവിടെ കീഴടങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുക. പണം കൊടുക്കേണ്ടത് സിയോറ ലൈനിലെ സർക്കാരാണ്. സിയോറ ലൈനിലെ സർക്കാരിന് UN ആ പണം ട്രാൻസ്ഫർ ചെയ്യും. സിയോറ ലൈനിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ദാരുവിലുള്ള ആ ക്യാമ്പിൽ വന്ന് പണം അവിടെ കീഴടങ്ങുന്ന ആളുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് സംഭവം. ഗവൺമെന്റ് മെഷീനറിക്ക് ലോകത്തെവിടെയും ഒരു കുഴപ്പമുണ്ട്. വല്ലാത്ത സ്ലോയാണ് ആ മെഷീനറി. ശരിക്കും തീരുമാനങ്ങൾ എടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ സമയത്ത് ആ മെഷീനറിയുടെ ഭാഗമായി ഇല്ലെങ്കിൽ തീരുമാനം എടുക്കപ്പെടാതെ അതങ്ങനെ അങ്ങ് കിടക്കും. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ ചിലപ്പോൾ ആ ഫയല് അങ്ങനെ കിടന്നു വരും. സിയോറ ലൈനിലെ ട്രഷറിയിലേക്ക് ഐക്യരാഷ്ട്രസഭ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് പോലും ദാരുവിലേക്ക് എത്തണമെങ്കിൽ
സിയോറ ലൈനിലെ ആ അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ കടക്കണം. അവിടെയാണ് ഇന്ത്യൻ സമാധാന സേന ശരിക്കും ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. ദാരുവിൽ DDR ക്യാമ്പ് സെറ്റ് ചെയ്ത ഇന്ത്യൻ സേനയുടെ ശ്രമം ശരിക്കും ശ്ലാഘനീയമായ ഒന്നാണ്. റെഡിമെയ്ഡ് പില്ലറുകൾ, റെഡിമെയ്ഡ് കോൺക്രീറ്റ് സംവിധാനങ്ങൾ, റെഡിമെയ്ഡ് ചുവരുകളൊക്കെയായി അനവധി ഹെലികോപ്റ്ററുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ക്യാമ്പ് ഉണ്ടാക്കിയത്. ശരിക്കും ദ്രുതഗതിയിൽ ഇന്ത്യൻ സേന ആ ക്യാമ്പ് അവിടെ പടുത്തുയർത്തപ്പോൾ ആ കാഴ്ച കാണാനായി ഒരുപാട് ആളുകൾ വന്നിരുന്നു. ആളുകൾ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ആ ബിൽഡിങ്ങിൽ ഉണ്ടാക്കിയ വേഗത കണ്ട് ഞെട്ടിയത്. ആളുകൾ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വേഗത കണ്ട് അടിപൊളിയായിട്ടാണ് നമ്മുടെ സേന ആ ക്യാമ്പ് ഓഫീസ് ഉണ്ടാക്കിയത്, അതും വിത്തിൻ ഡേയ്സിൽ. ഈ സംഭവം ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ദാരുവിലെത്തി. ശരിക്കും അദ്ദേഹത്തിന് ആ കാഴ്ച വല്ലാത്തൊരു അത്ഭുതവും സന്തോഷവും ഉണ്ടാക്കുകയാണ്. സിയോറ ലൈനിൽ നടക്കുന്ന സകല സൈനിക നടപടികൾക്കും നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യക്കാരനായ ജെറ്റ്ലിയാണ്. എന്നാൽ സിയോറ ലൈനിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഈ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ജെറ്റ്ലി നിർബന്ധിതനുമാണ്. ആ ഉദ്യോഗസ്ഥനാണ് ദാരുവിൽ എത്തിയപ്പോൾ ആ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ ആ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച പുനിയെ സമീപിച്ച് പുനിയോട് സന്തോഷം പങ്കുവച്ചത്. നിങ്ങളാണല്ലേ പ്രസിഡന്റ് അഹമ്മദുമായി സംസാരിച്ച ഉദ്യോഗസ്ഥൻ? അതെ സർ, ഞാനാ സംസാരിച്ചത്. ഓക്കെ, നന്നായി, കീപ് ഇറ്റ് അപ്പ്. നമുക്ക് ഇതുപോലെ DDR ക്യാമ്പുകൾ സിയോറ ലൈനിൽ എല്ലാ ഭാഗത്തും തുടങ്ങണം. റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ട് രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമാണ്. അവിടെയൊക്കെ DDR ക്യാമ്പുകൾ തുടങ്ങാനുള്ള ഉദ്ദേശവും ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട്. ആദ്യത്തെ ക്യാമ്പ് ആര് സെറ്റ് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ ഇതാ ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ സമാധാന സേനയുടെ ഭാഗമായ രാഷ്ട്രീയ റൈഫിൾസ് അതിവേഗതയിൽ വളരെ മനോഹരമായി ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് കാതലായ ആ കാര്യം നടക്കേണ്ടത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ കൊടുങ്കാടാണ്. ആ കാടിനകത്താണ് RUF ഉള്ളത്. ആ കാടിനകത്ത് നിന്ന് RUF പ്രവർത്തകർ ഈ ക്യാമ്പിലേക്ക് വരണം. അവർ വരുമോ? അതാണ് ചോദ്യം. ശരിക്കും ഈ DDR ക്യാമ്പിന് ചുറ്റുമായി അനവധി സെൻട്രി പോയിന്റുകളിൽ ഫുള്ളി ലോഡഡ് മെഷീൻ ഗണ്ണുകളുമായി നമ്മുടെ പട്ടാളക്കാർ കാവലുണ്ട്. 24 മണിക്കൂറും ആ ക്യാമ്പിന് കാവലുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ DDR ക്യാമ്പിന്റെ അടുത്തേക്ക് തോക്കുകളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നത്. അവരെ സെൻട്രി കണ്ട ആ നിമിഷത്ത് തന്നെ ആ തോക്കുധാരികൾ തോക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് വി വാണ്ട് ടു സറണ്ടർ എന്ന് ഉറക്കെ വിളിച്ചു. ശരിക്കും ആ ശബ്ദം അകത്ത് ക്യാമ്പ് ഓഫീസിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും കേട്ടു. ശബ്ദം കേട്ട് ക്യാമ്പ് ഓഫീസിൽ നിന്ന് ആ രാത്രിയിൽ അവർ പുറത്തേക്ക് വരുമ്പോൾ പ്രധാന ഗേറ്റിന് സമീപത്തായി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച തോക്കുമായി അനവധി ആളുകൾ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട ഉദ്യോഗസ്ഥർ ഉറക്കെ അവരോട് പറഞ്ഞു, നിങ്ങൾ തോക്ക് താഴെ വെക്ക്. കേൾക്കേണ്ട താമസം അവർ തോക്കുകൾ താഴെ വെച്ചു. അവർ തോക്ക് താഴെ വെച്ചതും DDRന്റെ ചുമതലയുണ്ടായിരുന്ന ആർമി ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് എത്തുകയും അവരെ ക്യാമ്പിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആയുധങ്ങളും അതിനൊപ്പം അകത്തേക്ക് വന്നു. ശരിക്കും ആ വന്ന ആളുകൾ RUFന്റെ പ്രവർത്തകരാണെന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം DDR ക്യാമ്പിലെ ആളുകൾക്കുണ്ടായി. ആ ക്യാമ്പ് സ്ഥാപിച്ച് 3ാമത്തെ ദിവസമാണ് ആദ്യമായി കുറച്ചാളുകൾ കീഴടങ്ങാൻ എത്തിയത്. ആ കീഴടങ്ങാൻ എത്തിയ ആളുകളിൽ ചിലരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ നമ്മുടെ സേനാ അംഗങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. ചിലരുടെ ഇടത് കൈയുടെ കൈപ്പത്തി മാത്രമില്ല, ചിലരുടെ ഇടത് കൈ മുട്ടിന് താഴെ വച്ചില്ല. എന്ത് സംഭവിച്ചു എന്ന ആ ചോദ്യത്തിന് ആ RUF പ്രവർത്തകർ ശരിക്കും രസകരമായ മറുപടിയാണ് നമ്മുടെ പട്ടാളക്കാർക്ക് നൽകിയത്. RUFന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ചെയ്താൽ കുറ്റത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് RUFന്റെ രീതിയാണ്, ഒരു കാട്ടുനീതിയാണ്. ചെറിയ കുറ്റങ്ങൾക്ക് അവർ കൈപ്പത്തി മുറിക്കും. കുറച്ചുകൂടി വലിയ കുറ്റമാണെങ്കിൽ അവര് മുട്ടിന് താഴെ വെച്ച് മുറിക്കും. ഷോർട്ട് സ്ലീവ് എന്നും ലോങ് സ്ലീവ് എന്നുമുള്ള പേരിട്ട അതിനവർ വിളിക്കുക. അവര് കൈ മുറിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ഇടത് കൈ മാത്രമേ മുറിക്കൂ. വലത് കൈയിൽ മെഷീൻ ഗൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫയർ ചെയ്യാൻ അപ്പോഴും ആ കൈ മുറിക്കപ്പെട്ട ആളുകൾക്ക് കഴിയണം. അത് ഉറപ്പാക്കിക്കൊണ്ടാണ് RUF ശിക്ഷ അങ്ങനെ കൊടുക്കുന്നത്. ആ ശിക്ഷിക്കപ്പെട്ട ആളുകളെ പരിശോധിക്കുന്നതിനിടയിൽ മറ്റൊരു കൊച്ചു പയ്യന്റെ മുഖം സൈനിക ഉദ്യോഗസ്ഥർ മുന്നിലേക്ക് വന്നു. അവന് പ്രായം 15. അവൻ കഴിഞ്ഞ 5 വർഷമായി RUFന്റെ പ്രവർത്തകനാണ്. അവന് 10 വയസ്സുള്ളപ്പോഴാണ് RUF അവനെ തട്ടിക്കൊണ്ടുപോയത്. അവനെ തട്ടിക്കൊണ്ടുവന്ന ആ ദിവസം തന്നെ അവന്റെ കയ്യിലേക്ക് തോക്ക് വെച്ചു കൊടുത്തിട്ട് ഒരാളെ വെടിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവന് തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിയത്തില്ല. എന്നിട്ടും അവരെ കൊണ്ട് ആ തോക്കിന്റെ ട്രിഗർ വലിപ്പിക്കുകയായിരുന്നു. ആ ട്രിഗർ വലിച്ചപ്പോൾ നേരെ മുൻപിലുണ്ടായിരുന്ന ആള് വെടിയേറ്റ് താഴെ വീണുന്ന രംഗം ആ കൊച്ചു പയ്യന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതിനുശേഷം അവനെ കൊണ്ട്
അനവധി ആളുകളെ അവർ വെടിവെച്ച് വീഴ്ത്തിച്ചു. പതുക്കെ പതുക്കെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര കുഴപ്പമുള്ള പരിപാടിയല്ല എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ വന്നതാണ്. ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന അവരെ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കാനായി തൊഴിലുകൾ പഠിപ്പിക്കാൻ എത്തിയിരിക്കുന്നുള്ള കാര്യം കേട്ടപ്പോൾ ആ കൊച്ചു പയ്യൻ ആ കാട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഓടി വന്നതാണ്. അവന് ഈ കഴിഞ്ഞ 5 കൊല്ലവും ഒരു നരകത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു. അവൻ പറഞ്ഞ അതേ കഥ അതേ ശൈലിയിൽ പിറ്റേ ദിവസം എത്തിയ ചില ആളുകളും പറഞ്ഞു. അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് കുറേയേറെ RF പ്രവർത്തകർ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ആ DDR ക്യാമ്പിൽ കീഴടങ്ങി. അനവധി RF പ്രവർത്തകർ കീഴടങ്ങിയതും ഒരു പ്രൊപ്പഗാൻഡ പെട്ടെന്ന് തന്നെ ആ ക്യാമ്പിനെതിരെ ഉണ്ടായി. ഇന്ത്യൻ ആർമി ബലമായി RF പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങുന്നെന്നും അവരെ നിരായുധീകരിക്കുന്നെന്നും അവർ നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നുള്ള ശൈലിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. ഒരു പ്രചാരണം ആരംഭിക്കുകയാണ്. ആ വിവരം അറിഞ്ഞ കേണൽ സതീഷും പുനിയും റേഡിയോ പ്രക്ഷേപങ്ങൾ ആരംഭിക്കുന്ന അങ്ങനെയാണ്. കീഴടങ്ങിയ ആളുകളെ കൊണ്ട് തന്നെ അവർ കീഴടങ്ങാനിടയായ സാഹചര്യം അവരുടേതായ ഭാഷയിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ച് ലോക്കൽ റേഡിയോ വഴി കേൾപ്പിച്ചു തുടങ്ങി. അത് സിയോറി ലൈനിലെ എല്ലാ മേഖലയിലും കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ടും RF ഇറക്കിയ പ്രൊപ്പഗാൻഡ അങ്ങനെ അങ്ങ് പരാജയപ്പെട്ടു. RFന്റെ പ്രവർത്തകർ ശരിക്കും പുതിയ ജീവിതത്തിലേക്ക് പറിച്ചു നേടാൻ വേണ്ടിയാണ് ആ ക്യാമ്പിലേക്ക് വന്നത്. ക്യാമ്പിലേക്ക് വരുമ്പോൾ അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വന്നാലുടൻ അവർക്ക് ലഭിക്കുന്ന ആ $150 5 ലക്ഷം ലയോൺ കറൻസി. പക്ഷേ വന്നപ്പോഴാണ് അത് റെഡിയായിട്ടില്ല എന്ന കാര്യം അവർ അറിയുന്നത്. ഐക്യരാഷ്ട്രസഭ സിയോറി ലൈനിലെ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഫ്രീ ടൗണിലുള്ള ട്രഷറിയിൽ നിന്ന് കെനിമയിലെത്തി അവിടെ നിന്ന് ദാരുവിലേക്ക് നോട്ടുകളായി വരണം. അതിന് ഉദ്യോഗസ്ഥരുടെ ഒരു വൻ ശൃംഖല തന്നെ പ്രവർത്തിക്കണം. ആ ശൃംഖലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യക്കുറവോ അല്ലെങ്കിൽ അലസതയോ കൊണ്ടാവാം സമയത്തിന് ആ പണം എത്തിയില്ല. പണം കിട്ടാതെ വന്നതും കീഴടങ്ങിയ ആ RFകാർ നമ്മുടെ ക്യാമ്പ് നടത്തിപ്പുകാരോട് ശരിക്കും തട്ടിക്കേറുകയാണ്. അവർക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. അവരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കയ്യിലിരുന്ന ആയുധം നമ്മൾ വാങ്ങിച്ചെടുത്തതുപോലെയായി. പറഞ്ഞ പണം കൊടുക്കാതെ വന്നപ്പോൾ അവർ വീണ്ടും റിബലാകുമെന്നൊരു തോന്നൽ ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടാവുകയാണ്. ഈ മുഴുവൻ സൈനിക നടപടിക്കും നേതൃത്വം കൊടുക്കുന്ന ജെറ്റ്ലി വിവരം അറിഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഐക്യരാഷ്ട്രസഭയിലെ ആ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ദാരുവിലെ DDR ക്യാമ്പിൽ നിന്ന് പണം കൊടുക്കുന്ന പ്രക്രിയ അല്പ ദിവസങ്ങൾക്കകം സുഗമമായി മാറുമ്പോൾ കേണൽ സതീഷ് രാജ്പൽ പുനിയും മേജർ നായരെയും അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ദാരു ക്യാമ്പിൽ നിന്ന് ആ 2 മേജർമാരും അവരുടെ ടീമുമായി RUFന്റെ ആ സ്ട്രോങ് ഹോൾഡ് എന്ന് വിളിക്കപ്പെടുന്ന കൈലാഹനിലേക്ക് അതിവേഗം നീങ്ങാനുള്ള ഉത്തരവാണ് അന്ന് കേണൽ സതീഷ് നായർക്കും അതുപോലെ രാജ്പാൽ പുനിയ്ക്കും നൽകിയത്. അവരോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർ അതിവേഗം അവരുടെ ടീമിനെ ഒരുക്കി. ആ ടീം പിറ്റേ ദിവസം രാവിലെ ആവശ്യമായ സാമഗ്രികളുമായി കൈലാഹൻ എന്ന ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഒരു ദുർഘടം പിടിച്ച റൂട്ടിലൂടെയാണ് യാത്ര. റോഡ് എന്ന് പറയുന്ന വസ്തു ഏതാണ്ട് ഇല്ല എന്ന് പറയുന്ന ശൈലിയിലുള്ള സ്ഥലത്തുകൂടിയാണ് അവരുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അവരുടെ വാഹനം കൈലാഹൻ വന അതിർത്തിയിലേക്ക് കടന്നതും ഒരു ചെക്ക് പോസ്റ്റ് അവർക്ക് ദൂരന്നേ കാണാം. പക്ഷേ നായരെയും പുനിയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് RFന്റെ ലീഡർ അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരെ സുരക്ഷിതമായി ആ വന അതിർത്തി കടത്തി കൈലാഹൻ നഗരത്തിലെത്തിച്ചു. കൈലാഹൻ നഗരത്തിലെത്തിയ അവരെ സ്വീകരിക്കാനായി അവിടുത്തെ ഗ്രാമമുഖ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ വിളിക്കുക പാപ്പ ഗീമ എന്നാണ്. ഈ കൈലാഹൻ മേഖല മാത്രമല്ല, സീറ ലയോണിലെമ്പാടും നമ്മൾ കാണുക ഇതുപോലുള്ള പാപ്പ ഗീമകളെയാണ്. അവരാണ് ഗ്രാമമുഖ്യർ. അവരുടെ കീഴിലായി വളരെ സുശക്തമായ ഒരു ഭരണ സംവിധാനമുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാപ്പ ഗീമ ഈ ടൗൺ സ്ക്വയറിൽ വെച്ചാണ് UN സമാധാന സംരക്ഷണ സേനയെ കാണുന്നത് തന്നെ. അവിടെ വെച്ച് അദ്ദേഹം കൈലാഹനിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് സൂചിപ്പിച്ചു. ടൗൺ സ്ക്വയറിൽ നിന്ന് ഇടത്തോട്ട് മാറി ഒരു ആശുപത്രി ബിൽഡിംഗ് ഉണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രി ബിൽഡിംഗ് ആണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ആശുപത്രി ബിൽഡിംഗ് ആയിരുന്നത്. ആ ബിൽഡിംഗ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ ബിൽഡിംഗ് ആണ് രാജ്പാൽ പുനിയുടെയും നായറിന്റെയും ടീമിന് താമസിക്കാനായി അലോട്ട് ചെയ്തത്. ആ ബിൽഡിങ്ങിലും ചുറ്റുവട്ടത്തുള്ള പ്രധാന പ്രശ്നം വെള്ളമില്ല എന്നുള്ളതാണ്. ആ കാര്യം ഗ്രാമമുഖ്യൻ അവതരിപ്പിച്ചതും രാജ്പാൽ പുനിയ അദ്ദേഹത്തിന്റെ കീഴിലുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ആ മേഖലയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും ആ ജലസ്രോതസ്സുകളിൽ നിന്ന് ആളുകൾക്ക് വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞതും ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കായിരുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങ് കൈയടിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജ്പാൽ പുനിയയ്ക്ക് ആ കാര്യം മനസ്സിലായത്. ആ ചെറിയ പട്ടണത്തിലെ പ്രധാന പ്രശ്നം വെള്ളമാണ്. കുടിവെള്ളം ലഭിക്കാനായി
ശരിക്കും ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അതിന്റെ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്ന ആഭ്യന്തര കലാപത്തിന്റെ ഫലമായി നശിപ്പിക്കപ്പെട്ട ജലസ്രോതസ്സുകളാണ്. ഈ ടൗൺ സ്ക്വയറിൽ നിന്ന് വടക്കോട്ട് മാറി വലതു ഭാഗത്തായിട്ട് ഒരു ജല സോഴ്സ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിക്കുകയും അത് ശരിയാക്കി എടുക്കുകയും ചെയ്തതോടുകൂടി നാട്ടുകാരുടെ ഇടയിൽ പെട്ടെന്ന് UN സമാധാന സേനയ്ക്ക് ഒരു പേരുണ്ടായി, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. കാരണം ഇന്ത്യക്കാർ മാത്രമാണ് ആ സമാധാന സേനയിൽ അവിടെ ഉള്ളത്. ജലസ്രോതസ് കണ്ടുപിടിക്കുകയും അത് ശരിയാക്കി എടുക്കുകയും അവിടെ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനും ആ പമ്പ് ചെയ്യപ്പെടുന്ന ജലം ആ നഗരത്തിലെ എല്ലാവർക്കും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി ആളുകൾ ഓട്ടോമാറ്റിക്കായി സമാധാന സേനയുടെ വക്താക്കളായി മാറി. പക്ഷേ അങ്ങനെ വക്താക്കളായി എന്ന് പറയുമ്പോഴും അവിടെ സമാധാന സേന എത്തിയിരിക്കുന്ന ആ പ്രധാന കാര്യം മാത്രം ആളുകളോട് സംസാരിക്കാൻ മേജർമാരായ രാജ്പാൽ പുനിയയ്ക്കും നായർക്കും ഒരു മടിയുണ്ട്. അവരവിടെ എത്തിയിരിക്കുന്നത് ആ നഗരത്തിന്റെ ഭരണാധികാരികളായ RUFന്റെ കയ്യിലിരിക്കുന്ന ആയുധം വാങ്ങാൻ വേണ്ടിയാണ്. ആ ആയുധം അവരെ കൊണ്ട് അടിയറ വയ്പ്പിക്കുകയും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയും വേണം. ആ കേലാഖാൻ മേഖലയിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും നിലവിലില്ല. എല്ലാ സംവിധാനങ്ങളും RUFന്റെ കീഴിലാണ്. RUFന് ഇഷ്ടമല്ലാത്ത ഒന്നും അവിടെ സംഭവിക്കത്തില്ല. ആ സാഹചര്യം നിലവിലിരിക്കുമ്പോഴാണ് അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളം സുഗമമായി ലഭിക്കുന്ന ഒരു പദ്ധതി ഇവിടെ മേജർ രാജ്പാൽ പുനിയും നായരും കൂടി അവതരിപ്പിച്ചതും അത് ഫലവത്താക്കിയത്. ശരിക്കും കുടിവെള്ളം ലഭ്യമാക്കിയ സംഭവം ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യൻ സമാധാന സേനയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ ഗ്രാമമുഖ്യൻ മേജർ രാജ്പാൽ പുനിയെ കാണാനെത്തി. രാജ്പാൽ പുനിയയ്ക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് പാപ്പ എത്തിയിരിക്കുന്നത്. പാപ്പ രാജ്പാൽ പുനിയുമായി എത്തിയത് ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. ഇവിടെ സെൻട്രൽ സ്ക്വയറിന് സമീപത്ത് വലത്തോട്ട് മാറി ഒരു വീടുണ്ട്. ആ വീടിനെ സിസ്റ്ററുടെ വീടെന്നാ വിളിക്കുക. ആ വീട്ടിലെ സ്ത്രീയെ വിളിക്കുക സിസ്റ്റർ എന്നാണ്, സഹോദരി എന്നാണ് എല്ലാവരും വിളിക്കുക. ആ സഹോദരിക്ക് കഴിഞ്ഞ ആഭ്യന്തര കലാപത്തിൽ നഷ്ടപ്പെട്ടത് അവരുടെ ഹസ്ബൻഡിനെയും 3 മക്കളെയുമാണ്. അതിനുശേഷം തികച്ചും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആ സ്ത്രീയുടെ വീട്ടിലേക്കാണ് പാപ്പ മേജർ രാജ്പാൽ പുനിയെ എത്തിക്കുന്നത്. രാജ്പാൽ പുനിയ ആ സ്ത്രീയെ പരിചയപ്പെട്ടു. ശരിക്കും പിരിയുമ്പോൾ ആ സ്ത്രീ രാജ്പാൽ പുനിയെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും നല്ല കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞ സിസ്റ്റർ പിറ്റേ ദിവസം രാജ്പാൽ പുനിയെ കാണാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വന്നു. ദാ ഇവിടെയുള്ള ഈ ബിൽഡിംഗിലേക്ക് രാജ്പാൽ പുനിയെ കണ്ട സിസ്റ്റർ രാജ്പാൽ പുനിയോട് പറഞ്ഞത് ഒരു സ്ഥലം വരെ പോകാമെന്നാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ സിസ്റ്റർക്കൊപ്പം രാജ്പാൽ പുനിയ യാത്ര ആരംഭിച്ചു. അവരെത്തിച്ചേർന്നത് ഇവിടെ ടൗൺ ഹാളിലാണ്. ടൗൺ ഹാളിൽ രാജ്പാൽ പുനിയ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാത്ത് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. RUFന്റെ യൂണിഫോമിൽ മേജർ മാർട്ടിനാണ് അവിടെ ഉണ്ടായിരുന്നത്. കൈലാഖാൻ ഏരിയയിലെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന മേജർ മാർട്ടിൻ അതിവേഗം മേജർ രാജ്പാൽ പുനിയുമായി ചങ്ങാതത്തിലായി. ശരിക്കും ഒരു സൗഹാർദ്ദം അവർ തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സൗഹൃദം 2 മേജർമാർ തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല, 2 സഹോദരന്മാർ തമ്മിലുള്ള സൗഹൃദം പോലെ അതങ്ങ് വളർന്നു. മേജർ മാർട്ടിൻ യഥാർത്ഥത്തിൽ ഒരു ലൈബീരിയക്കാരനാണ്. ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു ലൈഫായിരുന്നു മാർട്ടിൻ്റെത്. കുഞ്ഞുനാളിലെ അവന്റെ അച്ഛൻ നഷ്ടമായി. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ വേറൊരാളെ വിവാഹം ചെയ്തു. ആ വിവാഹം എളുപ്പമാക്കാൻ വേണ്ടി അവർ മകനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി. 6-ാം വയസ്സിൽ അനാഥാലയത്തിലെത്തിയ മാർട്ടിന്റെ ജീവിതം അനാഥാലയത്തിൽ ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ കിട്ടി എന്ന് മാത്രം പറയാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു അനാഥാലയം. ഒരു തരത്തിലുള്ള സൗകര്യവുമില്ലാത്ത ആ അനാഥാലയത്തിൽ മർദ്ദനത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആ ശൈലിയിൽ വളർന്നു വന്ന മാർട്ടിൻ ഏകദേശം 10-ാം വയസ്സിലാണ് അവിടുന്ന് പുറത്തു ചാടുന്നത്. ആ അനാഥാലയത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് തന്നെ പറയാം. പിന്നീടുള്ള മാർട്ടിന്റെ ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ടേറിയ ജീവിതമാണ്. ആ ജീവിതം ഒരു പരുവത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ലൈബീരിയയിൽ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ചാൾസ് ടൈലറുമായി പരിചയമാകുന്നത്. ചാൾസ് ടൈലർ ലൈബീരിയൻ പ്രസിഡന്റ് ആയപ്പോൾ ചാൾസ് ടൈലറാണ് മാർട്ടിനെ RUFന്റെ കീഴിൽ കൈലാഖാനിലേക്ക് അയക്കുന്നത്. കൈലാഖാൻ ഇപ്പുറത്ത് സൈറാലിയൻ എന്ന രാജ്യത്തിലെ ഒരു സ്ഥലമാണ്. ലൈബീരിയൻ പൗരനായ മാർട്ടിനാണ് ഇപ്പൊ കൈലാഖാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ മാർട്ടിൻ അടിസ്ഥാനപരമായി ഒരു നല്ല മനുഷ്യനാണെന്നുള്ളൊരു തോന്നൽ പരിചയപ്പെട്ട് കഥകൾ അറിഞ്ഞ നിമിഷം മുതൽ രാജ്പാൽ പുനിയയ്ക്കുണ്ട്. ആ സൗഹൃദം തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു വോളിബോൾ മത്സരത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഈ ടൗൺ സ്ക്വയറിന് സമീപത്ത് എല്ലാ ദിവസവും രാജ്പാൽ പുനിയുടെ നേതൃത്വത്തിൽ ഒരു വോളിബോൾ മത്സരം നടക്കും. ശരിക്കും ആ മത്സരം കാണാനായി ആ നഗരം മുഴുവൻ ഒഴുകിയെത്തും എന്ന് പറയാം. ആ വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ RUFുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തും. മാർട്ടിനൊപ്പം ആളുകളൊക്കെ വരും. മാർട്ടിന്റെ സൈന്യത്തിൽ
ശരിക്കും നേതാവായി നിൽക്കുന്ന ഒരു വ്യക്തി കുപ്പോയി എന്ന ആളാണ്. ആ കുപ്പോയി നല്ലൊരു വോളിബോൾ കളിക്കാരനാണ്. എല്ലാ ദിവസവും കുപ്പോയിയുടെ ടീമും രാജ്പാൽ പുനിയുടെ ടീമും തമ്മിലാണ് മത്സരം നടക്കുക. രാജ്പാൽ പുനിയുടെ ടീമിനെ സർവാത്മന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായി ഒരാളുണ്ടാവും. അത് സാക്ഷാൽ ഗ്രാമമുഖ്യൻ പാപ്പയാണ്. പാപ്പയ്ക്ക് രാജ്പാൽ പുനിയോട് ഭയങ്കര അടുപ്പമാണ്. പാപ്പ നല്ലൊരു വോളിബോൾ കളിക്കാരൻ കൂടിയാണ്. ഈ സൗഹൃദം ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ലൈബീരിയയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ഗ്രാമത്തിലേക്ക് യാദൃശ്യവശാൽ നായറും പുനിയും കൂടി ഒരു യാത്ര നടത്തി. അവിടെ അവരെത്തുമ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണ് നിറയ്ക്കുന്ന ഒന്നാണ്. ശരിക്കും ദാരിദ്ര്യം അത് എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസിലാണ് അവരെത്തുന്നത്. അത് കണ്ട് ക്യാമ്പിലേക്ക് മടങ്ങിയ രാജ്പാൽ പുനിയും നായറും ചേർന്ന് അവരുടെ ടീമംഗങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി. എല്ലാ പട്ടാളക്കാരും ഹാജരാണ്. ആ പട്ടാളക്കാരോടായി രാജ്പാൽ പുനിയെ ചോദിച്ചു, നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്കുള്ള ഭക്ഷണം നമുക്ക് ആവശ്യക്കാർക്ക് കൊടുത്താലോ? കേൾക്കേണ്ട ദിവസം ആ പട്ടാളക്കാർ ഒന്നടങ്കം രാജ്പാൽ പുനിയുടെ ആ നിർദ്ദേശത്തെ അംഗീകരിച്ചു. ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട സമാധാന സേന ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് അവർക്കൊരു ബുദ്ധിമുട്ടും വരാറില്ല. എല്ലാ ദിവസവും ക്രമമായി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത്രയും ഭക്ഷണവും അവർക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ട. ഭക്ഷണ സാധനങ്ങൾ അധികം വരും. പാകം ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങളാണ്. ആ ഭക്ഷണ സാധനങ്ങൾ അവർ സ്റ്റോക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആ സ്റ്റോക്കുമായിട്ടാണ് അവർ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ഇതുവരെ നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ സീറ ലൈനിൽ എത്തിയിട്ട് ഏകദേശം 5 മാസം ആവുകയാണ്. ഈ 5 മാസം കൊണ്ട് അവരുടെ കയ്യിൽ ഒത്തിരിയേറെ ഭക്ഷണ സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. ആ ഭക്ഷണ സാധനങ്ങൾ ശരിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഗ്രാമത്തിലെ ആളുകൾക്ക് കൊടുക്കാൻ പട്ടാളക്കാർ സമ്മതിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു വലിയ ട്രക്കിൽ ആ സാധനങ്ങൾ ആ ഗ്രാമത്തിലേക്ക് എത്തി. ശരിക്കും ആ ഗ്രാമവാസികൾ ആ ട്രക്ക് നിറയുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇറക്കുന്നത് കണ്ട് ഞെട്ടി എന്ന് തന്നെ പറയാം. ദാരിദ്ര്യം അതിന്റെ എല്ലാ ശൈലിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഭക്ഷണമാണ് അവർക്ക് കിട്ടിയത്. കുറെ നാളത്തേക്ക് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടിയെന്ന് തന്നെ പറയാം. ഈ ആക്ടിവിറ്റി സ്വാഭാവികമായും പത്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്രാമവാസികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുക, കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക, അവർക്കൊപ്പം വോളിബോൾ കളിക്കുക, RAF നേതാക്കളുമായി സൗഹൃദ അന്തരീക്ഷം പുലർത്തുക, ഇതൊക്കെ നടക്കുന്നത് RAF ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. സീറ ലൈനിൽ എവിടെയെങ്കിലും സമാധാന സേനയ്ക്ക് പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് RAF ആ സ്ട്രോങ് ഹോൾഡിലായിരിക്കുമെന്ന് സകലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാതെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ സേനയുടെ ഭാഗമായ കെനിയൻ സേന കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ നിർബന്ധമായിട്ടും RAFകാരുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങുന്നതിന്റെ പ്രശ്നങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ശരിക്കും സംഘടനകളുണ്ടായി, മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. RAF ഈ കരാറിൽ നിന്ന് പിന്മാറും എന്ന ശൈലിയിൽ പല ഭാഗത്ത് സംഭാഷണം ഉണ്ടാകുമ്പോഴാണ് ഈ കൈലാഖാൻ മേഖലയിൽ തികച്ചും അവിശ്വസനീയമായ ശൈലിയിൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൈലാഖാനിൽ കാര്യങ്ങൾ സുഖമായി പോകുന്നു എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട ആ കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല. കൈലാഖാനിലെ RAF ഭടന്മാരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അവർ UN സമാധാന സേനയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കണം. അവരെല്ലാവരും അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് മടങ്ങണം. അതാണ് സമാധാന സേനയുടെ ടാർഗറ്റ്. ആ കാര്യം മാത്രം ആയിട്ടില്ല. പക്ഷെ RAFുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കാൻ മാത്രം പറ്റിയിട്ടുണ്ട്. ആ ബന്ധം മേജർ രാജ്പാൽ പുനിയ ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായമാണ് കേണൽ സതീഷിനുള്ളത്. കമാൻഡിംഗ് ഓഫീസർ കൂടിയായ സതീഷ് മേജർ രാജ്പാൽ പുനിയോട് ശരിക്കും ഒരു അൾട്ടിമാറ്റം പോലെ ആ കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മേജർ മാർട്ടിനുമായി സംസാരിക്കുമ്പോൾ ആ കാര്യം സൂചിപ്പിക്കണം എന്നാണ് RAF ആയുധങ്ങൾ അടിയറ വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം മേജർ മാർട്ടിനുമായി കണ്ടുമുട്ടിയപ്പോൾ മേജർ രാജ്പാൽ പുനിയ ആ കാര്യം സൂചിപ്പിച്ചു. RAF എന്നാണ് ആയുധം അടിയറ വയ്ക്കുന്നത്? വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് രാജ്പാൽ പുനിയ മേജർ മാർട്ടിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മേജർ മാർട്ടിൻ രാജ്പാൽ പുനിയോട് പറഞ്ഞു, ആ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ മുകളിലുള്ള ഹയർ ഒഫീഷ്യൽസാണ്. ഹയർ ഒഫീഷ്യൽസ് എടുക്കേണ്ട തീരുമാനം മേജർ മാർട്ടിൻ എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും കൈലാഖാൻ എന്ന് പറയുന്ന സ്ഥലം RAF ശരിക്കും ഹൃദയമാണെന്ന് പറയാം. RAF സകല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് കൈലാഖാനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രവർത്തകർ ആയുധം അടിയറ വയ്ക്കാന്ന് പറയുമ്പോൾ RAF അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ മേജർ മാർട്ടിന് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മേജർ മാർട്ടിൻ പറയുമ്പോൾ അത് രാജ്പാൽ പുനിയയ്ക്കും മനസ്സിലാകുന്നുണ്ട്. രാജ്പാൽ പുനിയോടൊപ്പം സാധാരണ കാണുന്ന മേജർ നായരെ കാണാതെ വന്നപ്പോൾ മാർട്ടിൻ പുനിയോട് ചോദിച്ചു, നായർ എവിടെ പോയി? നായർ നമ്മുടെ ഓഫീസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനോ? എവിടേക്ക്? അത് നമ്മുടെ വാട്ടർ സോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ പൊക്കമുള്ള സ്ഥലത്തേക്കാണ്. അതെന്തിനാ അവിടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ ഇനി ടെന്റൊക്കെ കെട്ടണ്ടേ? സുഖമായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നിങ്ങൾ കഴിയുന്നല്ലേ? ചോദ്യം വളരെ വ്യക്തമാണ്. പക്ഷേ ആ ഹൈ ഗ്രൗണ്ടിലേക്ക് ആർമിയുടെ പോസ്റ്റ് മാറ്റാൻ തീരുമാനിക്കാനുള്ള കാരണം UN നിരീക്ഷകരുടെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പാപ്പയുടെ വീടിന് ഓപ്പോസിറ്റായി ഐക്യരാഷ്ട്രസഭയുടെ ചില നിരീക്ഷകർ താമസിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ 1 വർഷമായി അവിടെ താമസിക്കുകയാണ്. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആളുകളാണ് അതിനകത്തുള്ളത്. അതിൽ ഒരാള് ഇന്ത്യക്കാരനാണ്. അവർക്ക് ആയുധങ്ങൾ കൊണ്ടു നടക്കാനുള്ള പെർമിഷൻ ഇല്ല. അവരുടെ ജോലി കാര്യങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ എല്ലാം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോ സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സമാധാന കരാർ സൈൻ ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ RUFനെയും അതുപോലെ സീറിയയിലുള്ള ഭരണകൂടത്തെയും നിർബന്ധിച്ച് തന്നെ ഈ നിരീക്ഷകർ ഈ ഭാഗം മുഴുവൻ നിരീക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് അവർ സമാധാന സേന ഇവിടെ വന്ന നിമിഷം തന്നെ അവരോട് പറഞ്ഞു, ഈ ആശുപത്രി ബിൽഡിംഗ് ആണ് സമാധാന സേന അവരുടെ കേന്ദ്രമാക്കി എടുക്കുന്നെങ്കിൽ RUFന്റെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള ആ നിരീക്ഷകരുടെ നിരീക്ഷണ അടിസ്ഥാനത്തിലാണ് സമാധാന സേന കുറെ കൂടി പൊക്കമുള്ള ഒരു സ്ഥലം അവരുടെ ക്യാമ്പാക്കാൻ തീരുമാനിച്ചത്. ക്യാമ്പാക്കാൻ ആ സ്ഥലം തീരുമാനിച്ച കാര്യത്തിന്റെ വിശദീകരണം RUF ലീഡറായ മേജർ മാർട്ടിന് കൊടുക്കാൻ രാജ്പാൽ പുനിയ ശ്രമിച്ചതേയില്ല. രാജ്പാൽ വളരെ കാർഷ്യലായിട്ട് മാർട്ടിനോട് അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലും മേജർ മാർട്ടിനോട് ആയുധം അടിയറ വെക്കുന്നതിനെ കുറിച്ച് രാജ്പാൽ പുനിയ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 മെയ് 2 രാവിലെ രാജ്പാൽ പുനിയ ഉണരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് കൊണ്ടുവന്നത് സാക്ഷാൽ സിസ്റ്ററാണ്. സിസ്റ്റർ വഴി മെസ്സേജ് അയച്ചിരിക്കുന്നത് മാർട്ടിനാണ്. അന്ന് രാവിലെ 9 മണിക്ക് ടൗൺ ഹാളിൽ എത്താനാണ് രാജ്പാൽ പുനിയോട് മാർട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടൗൺ ഹാളിൽ വെച്ച് RUF ആയുധങ്ങൾ അടിയറ വെക്കുന്നതിനുള്ള കണ്ടീഷൻ ചർച്ച ചെയ്യാമെന്നാണ് മേജർ മാർട്ടിൻ സിസ്റ്റർ വഴി രാജ്പാൽ പുനിയെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസത്തെ തന്റെ പരിശ്രമങ്ങൾക്ക് ഇതാ ഫലമുണ്ടാകാൻ പോകുന്നു. രാജ്പാൽ പുനിയ ആ നിമിഷം തന്നെ ആ വിവരം ഇവിടെ ഹൈഗ്രൗണ്ടിലുള്ള മേജർ നായരെ അറിയിച്ചു. മേജർ നായർക്കും ആ മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കേട്ട മെസ്സേജ് ആശാവഹമായ ഒന്നാണ്. കെയ്ലാഖനിലേക്കുള്ള അവരുടെ വരവിന് ഇതാ ഫലമുണ്ടാകാൻ പോവുകയാണ്. മേജർ നായർ അത് പറഞ്ഞതോടുകൂടി മേജർ രാജ്പാൽ പുനിയ ശരിക്കും സന്തോഷത്തിലായി. അദ്ദേഹം അതിവേഗം റെഡിയായി വാഹനമെടുത്തു. വാഹനത്തിലേക്ക് ക്യാപ്റ്റൻ സുനിലിനെ കൂടെ കയറ്റി അവർ ഒന്നിച്ച് ടൗൺ ഹാളിലേക്ക് തിരിച്ചു. സംഭവ ബഹുലമായ കുർക്കി ഓപ്പറേഷന്റെ കഥ ആ നിമിഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഇന്ത്യൻ സമാധാന സേനയുടെ യശസ്സുയർത്തിയ കുർക്കി ഓപ്പറേഷന്റെ ആദ്യ ഘട്ടങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ശരിക്കും രസകരമായ ത്രില്ലിംഗ് ആയ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാവരും ആ എപ്പിസോഡിനോട് വെയിറ്റ് ചെയ്യുക. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.